ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്നെപ്പോലെ തന്നെ ചെറിയ രീതിയിൽ യൂട്യൂബ് ചെയ്യുന്നവർക്കും മോണിറ്റൈസേഷൻ ആകാറായവർക്കും ഒക്കെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടേക്കാം. ഈ ഒരു ചാനലല്ല മോണിറ്റൈസ്ഡ് ആയിരിക്കുന്നത്. ഈ ഒരു ചാനലിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 1000-ന് മുകളിലുണ്ടെങ്കിലും വാച്ച് അവർ ഇതുവരെ റീച്ച് ചെയ്തിട്ടില്ല. എജിലാടെക് എന്ന് പറയുന്ന എൻ്റെ മറ്റൊരു ചാനലുണ്ട്. ആ ചാനലാണ് ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയത്. അപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-ലാണ്. പക്ഷേ ഞാൻ അതിനകത്ത് ഒരു 3 വീഡിയോ ഞാൻ ആ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ സീരിയസ് ആയിട്ടൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അത് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മോണിറ്റൈസേഷൻ പോളിസി ഒന്നും ഇത്രത്തോളം ഇല്ലായിരുന്നു. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നും 4000 വാച്ച് അവറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മോണിറ്റൈസേഷൻ എനേബിൾഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു എമൗണ്ട് വന്നിടപ്പുണ്ടായിരുന്നു. അത് വരുന്നത് ഏകദേശം $0.87 അത്രേ ഉള്ളായിരുന്നു. $0.87 അത് ഇതിലിപ്പോഴും കിടപ്പുണ്ട്. ആ വീഡിയോകൾ ഒരു 3 ചെറിയ വീഡിയോസ് ആയിരുന്നു. അതിൽ നിന്നുള്ളൊരു ഏണിങ്സ് ആയിരുന്നു ആ $0.87 വന്നത്. അതിനുശേഷം ഞാൻ 2020 വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഇട്ട 1-2 വീഡിയോസിന് വ്യൂസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് ഈ ഒരു ചാനലിലേക്ക് വന്നു. കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറച്ച് വ്യൂ ഒക്കെ വന്ന് 2020, 2021, 2022 ആയപ്പോൾ കുറേ വീഡിയോകൾ ഇട്ടു. അതിനെല്ലാം വ്യൂവും വാച്ച് അവറും ഒക്കെ വരാൻ തുടങ്ങി. സബ്സ്ക്രൈബേഴ്സ് ആഡായി വന്നു. അങ്ങനെ ഒരു 2023 ആദ്യമായപ്പോൾ തന്നെ എനിക്ക് ഏകദേശം വാച്ച് അവർ കംപ്ലീറ്റ് ആയി. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒരു 500-600 ആ റേഞ്ചിലായിരുന്നു. പിന്നെ പയ്യെ സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നു. ലാസ്റ്റ് മന്താണ് എൻ്റെ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. അല്ലാതെ ഞാനിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ഇത് മിക്കവാറും ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എനിക്ക് ഓർഗാനിക്കലി വന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തുടങ്ങിയത് ഒരു 800 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിന് ശേഷമാണ്. വാച്ച് അവർ ഓൾറെഡി കംപ്ലീറ്റ് ആയി 800 സബ്സ്ക്രൈബറൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതിന് മുമ്പൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. എല്ലാം ഓട്ടോമാറ്റിക്കലി വന്ന സബ്സ്ക്രൈബേഴ്സാണ്. ഈ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തു. എൻ്റെ ആഡ്സിൻ അക്കൗണ്ട് അപ്പോഴത്തേക്ക് ഡിസേബിൾഡ് ആയിരുന്നു. കാരണം ഈ ഒരു കുറേ കാലങ്ങളായിട്ട് ഇതിനകത്തോട്ട് പേയ്മെൻറ്റ് ഒന്നും വരാഞ്ഞതുകൊണ്ട് ഈ ആഡ്സിൻ അക്കൗണ്ട് ഡിസേബിൾഡ് ആയി. അതിനുശേഷം ഞാൻ ആഡ്സിൻ അക്കൗണ്ട് എനേബിൾ ചെയ്തു. പിന്നെ അക്കൗണ്ട് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്തു, ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തു, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം എനിക്കിപ്പം അഡ്രസ് വെരിഫിക്കേഷൻ്റെ പിൻ നമ്പർ പോസ്റ്റിൽ വന്നു. അത് ഞാൻ കൈപ്പറ്റി അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ 1 by 1 ആയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.